ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഉറപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇവിടെ കടിച്ചു തൂങ്ങി നിന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതത്തിലേക്ക് തനിക്ക് കയറി പറ്റണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയും സുധീഷും തമ്മിൽ പരസ്പരം ഇഷ്ടത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഒന്നും വിവാഹം ചെയ്തതല്ല എന്നുള്ള സത്യം എല്ലാവരും അറിയുകയാണല്ലോ. ആ ഒരു സത്യം അറിഞ്ഞിട്ട് ആർക്കും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. എല്ലാവരും വളരെ സങ്കടത്തിലുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഭാസ്കരനും ഈ സത്യങ്ങളൊക്കെ അറിയുകയാണല്ലോ. ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്ക വയ്യ കേട്ടോ. കാരണം ഭാസ്കരനും തൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചിരുന്നു. ആ ഒരു നിധിയാണെങ്കിൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഒരു സ്ത്രീ സാന്നിധ്യം വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ഭാസ്കരനും അത് വളരെ സന്തോഷത്തോടുകൂടി ഇഷ്ടത്തോടു കൂടിയൊക്കെ അത് അംഗീകരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഭാസ്കരനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വല്ലാതൊരു സങ്കടം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭാസ്കരന്റെ മനസ്സിൽ ഇവർ വേർപിരിയാണല്ലോ എന്നുള്ളൊരു ദുഃഖവും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഒരിക്കൽ നമ്മുടെ നിധിയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം, എന്നിട്ട് നല്ലൊരു ജോലി തനിക്ക് സമ്പാദിക്കണം, താൻ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും താൻ ആലോചിച്ച് അല്ലെങ്കിൽ താൻ നേടിയെടുക്കണമെന്ന് കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് നേടിയെടുക്കണം എന്നൊക്കെ ആലോചിച്ച് നിധിയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അന്നേ ദിവസം നമ്മുടെ സുധീഷിനോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാനിനി നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്, എനിക്ക് പറ്റില്ല ഇവിടെ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സുധീഷും പറയുന്നുണ്ട് തൻ്റെ ആഗ്രഹം അതാണെങ്കിൽ താൻ പൊയ്ക്കോ, ഞാൻ തന്നെ പിടിച്ചു നിർത്താനൊന്നും വരുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സുധീഷിൻ്റെ ഏട്ടനും കേൾക്കാണ്, സുമേഷ് കൂടെ കേൾക്കുകയാണ് ഇതൊക്കെ. അങ്ങനെ സുമേഷ് തീരുമാനിക്കുകയാണ്. അപ്പോൾ സുമേഷ് പറയുന്നുണ്ട് സുധീഷിനോട്, എന്തായാലും അവൾ 2-3 ദിവസത്തിനകം പോകുമെന്നല്ലേ പറഞ്ഞത്. ആ 2-3 ദിവസം അവളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കണം, എന്നും ജീവിതത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കണം. നമ്മുടെ അനിയത്തിക്കുട്ടിയാണ് അവൾ, അതുകൊണ്ട് തന്നെ അവളെ സ്നേഹത്തോടു കൂടി തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കാൻ ഈശ്വരൻ്റെ നിയോഗമായിരിക്കും. അവൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്കൊരു അനിയത്തിക്കുട്ടീനെയായിരുന്നു കിട്ടിയത്, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നിധിക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ് കേട്ടോ. തനിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഏട്ടന്മാരും അനിയനും അതുപോലെ തന്നെ ഒരു സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ മനസ്സിൽ നിറച്ച് സ്നേഹമാണെന്നും ഒരു കളങ്കമില്ലാത്ത മനുഷ്യരാണ്, നാട്ടുകാരൊക്കെ പറയണ പോലെ ഇവരത്ര ഭീകരരൊന്നുമല്ല, മനസ്സ് നിറച്ച് സ്നേഹമുള്ളവരാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ നിധി. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നിധിക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് കേട്ടോ. എന്തായാലും തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കുന്ന നിധിയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ തന്നെ നിൽക്കുമായിരിക്കേ. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും തൻ്റെ ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ ആയിട്ട് എല്ലാവരും പോകുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നിധി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ വീട്ടിലും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും എന്തിനായിരിക്കും ആ ഭാസ്കരൻ, അതായത് നമ്മുടെ അച്ഛൻ എന്തിനായിരിക്കും ആ അമ്മേനെ കൊന്നത്, അതെന്ത് കാരണത്താലായിരിക്കും? ഇപ്പം അയാളെ കണ്ടാൽ അങ്ങനൊന്നും പറയില്ലല്ലോ, പക്ഷെ എന്തോ ഒരു കാരണം, വലിയൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം ആ അമ്മ ഇവിടെ കണ്ടേനെ, ഈ മക്കൾക്കെല്ലാം ഒരു കൂട്ടും തുണയുമായിട്ട്. എന്തായിരിക്കും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ നിധിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമേ. ആ ഒരു സമയത്തായിരിക്കും അവിടെ അടച്ചു പൂട്ടിയിട്ട ആ ഒരു മുറിക്കുള്ളിലേക്ക് നമ്മുടെ നിധി കയറുകയാണ്. അങ്ങനെ അവിടേക്ക് കയറുമ്പോഴായിരിക്കും ഇവരുടെ അമ്മയുടെ ഫോട്ടോ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് നോക്കുന്ന നിധി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ തോന്നുകയാണ്, പക്ഷെ എവിടെയാണെന്ന് ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ആ ആൽബത്തിൻ്റെ താളുകൾ ഇങ്ങനെ ഓരോന്നായി മറിക്കുമ്പോഴും ആ ഒരു ഓർമ്മകളിലേക്ക് പോവുകയാണ്. കാരണം ഈ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ നമ്മുടെ സുധീഷിൻ്റെയൊക്കെ അമ്മയുടെ ആ ഒരു ഫോട്ടോസ്, ഓരോ കുഞ്ഞുങ്ങളുടെയും കുട്ടിക്കാലത്തെ ആ ഒരു ഫോട്ടോസൊക്കെ ഒരു ഓർമ്മകൾ പോലെ സൂക്ഷിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ നിധി തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും സ്നേഹത്തോടെ ഓരോരോ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ കഴിഞ്ഞ ഇവരുടെ കുടുംബം എങ്ങനെയാണ് ഇങ്ങനായി പോയത്, എന്തുകൊണ്ടായിരിക്കും സുധീഷിൻ്റെ അച്ഛൻ ആ അമ്മേനെ ചവിട്ടി കൊന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിധിക്ക് ആകെ ഒരു ഇതാണ് കേട്ടോ. അപ്പോഴും നിധി ആലോചിക്കുന്നത്, ഈ ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഈ ഈ ഈ അമ്മേനെ എനിക്ക് അറിയാം എന്ന് നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനെ ഫോൺ ചെയ്യാണേ.
അപ്പോൾ സുധീഷ് എന്താണോ താൻ പതിവില്ലാതെ ഫോൺ വിളിക്കുന്നത്, തനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ഈ ആൽബം ഒക്കെ ഒന്ന് എടുത്ത് കാണുമായിരുന്നു. ഏത് ആൽബം? അല്ല, സുധീഷിൻ്റെ അമ്മയും അതുപോലെ തന്നെ സുധീഷും അനിയനും അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ആ ഒരു ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയതാണ്. സുധീഷിൻ്റെ അമ്മയുടെ പേരെന്താ എന്നിങ്ങനെ ചോദിക്കായിരിക്കും കേട്ടോ. അപ്പോൾ സുധീഷ അമ്മയുടെ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി ഇങ്ങനെ ഒരു ഞെട്ടലോട് കൂടി ആയിരിക്കും ആ പേരൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ നിധി നേരെ ഫോൺ വെച്ചിട്ട് ഒന്നുമില്ല, ഞാൻ ചുമ്മാ കണ്ടപ്പോൾ ആ അമ്മയുടെ പേരൊന്ന് അറിയണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ചോദിച്ചതാ, എന്നാ വെച്ചോ എന്നിങ്ങനെ പറയണം. അപ്പോൾ താൻ ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു, സുമേഷ് ചേട്ടൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ല പോയത്, എല്ലാം ഞാൻ കഴിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഫോൺ വെക്കുകയാണേ. ആ ഒരു ഫോൺ വെക്കുമ്പോൾ സുധീഷിന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കേട്ടോ. എന്നാ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്നെ ഒന്ന് വിളിച്ചല്ലോ, അപ്പോൾ അവൾക്ക് എന്നോട് മനസ്സിൽ എവിടെയൊക്കെയോ ഒരു സ്നേഹമുണ്ട്. ചിലപ്പോൾ അമ്മയുടെ പേര് ചോദിച്ച് ആ ഒരു ഗ്യാപ്പിൽ എന്നോട് സംസാരിക്കാനാണെങ്കിലോ എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ സുധീഷ് തന്നെ ഓരോ മനക്കോട്ടകൾ കെട്ടുമായിരിക്കും കേട്ടോ. അപ്പോഴും നമ്മുടെ നിധിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിധിയുടെ നാത്തൂനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കാനാണ് അർജൻറ്റായിട്ട് വിളിച്ചത്. പിന്നെ ഇവിടുത്തെ അമ്മയില്ലേ, അമ്മയുടെ ഫോട്ടോസ് ഞാനിന്ന് കണ്ടപ്പോൾ മുതൽ എനിക്ക് നല്ല പരിചയം. ഞാൻ ആരുടെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സ്റ്റോർ റൂമിൽ കുറേ പഴയ ഫോട്ടോസും അതുപോലെ തന്നെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു മുറിയില്ലേ, ആ ഒരു മുറിയിൽ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടില്ലേ, അവിടെ അച്ഛൻ്റെ ഒപ്പം നിന്ന ആ അപ്പച്ചിയില്ലേ, അപ്പച്ചിയുടെ അതേ മുഖച്ഛായ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? അവിടുത്തെ അമ്മയ്ക്ക് ഇവിടുത്തെ അപ്പച്ചിയുടെ മുഖച്ഛായ എങ്ങനെ വരാനാണ്? അതെ, അത് തന്നെയാണ്, എനിക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല, അതേ മുഖച്ഛായ. അപ്പോൾ നമ്മുടെ ആ ഒരു നാത്തൂൻ ചോദിക്കുന്നുണ്ട്, ആഹാ, അപ്പോൾ സുധീഷിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. പേരും ഞാൻ വിളിച്ച് ചോദിച്ചു, അപ്പോൾ അത് തന്നെ. അപ്പോൾ ഞാൻ സുധീഷിൻ്റെ മുറപ്പെണ്ണായിട്ട് വരുമല്ലേ? അപ്പോൾ നമ്മുടെ നാത്തൂൻ പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, ഞാനിവിടെ വന്നിട്ട് അധിക കാലമായില്ല, പക്ഷേ നിൻ്റെ ഏട്ടൻ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. പണ്ട് നിൻ്റെ അപ്പച്ചി ഉണ്ടല്ലോ, വിവാഹമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം സ്നേഹിച്ച പയ്യൻ്റെ ഒപ്പം ഒളിച്ചോടി പോയതാ. അന്ന് ആ അപ്പച്ചിനെ പടിയിറക്കി പിണ്ടം വെച്ചതാണ് നിന്റെ അച്ഛനും വീട്ടുകാരുമെല്ലാം. പിന്നെ മരിച്ചു എന്നൊരു വാർത്ത കേട്ടപ്പോൾ പോലും അത് വിധിയായിട്ട് കണക്കാക്കാൻ പറഞ്ഞിട്ട് ആരും ഇവിടുന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. അത്രയ്ക്ക് അപമാനം ഉണ്ടാക്കി വെച്ചിട്ടാ നിന്റെ അപ്പച്ചി പോയത് എന്നൊക്കെയാ ഞാനുള്ള കേട്ടറിവ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കലങ്ങി തെളിയുന്നത് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഈശ്വരൻ്റെ ഒരു വിധികളെ നീ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ചെന്നുപെട്ടത്. പക്ഷേ അവരൊക്കെ വളരെ മോശം ആൾക്കാരല്ലേ. ആ അപ്പച്ചിനെ കാര്യം എന്ത് പറഞ്ഞാലും ചവിട്ടിക്കൊന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊന്നും അല്ല ചേച്ചി, ഇതങ്ങനൊന്നും അല്ല, ഇതിനിടയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എന്തായാലും എന്നിട്ട് നിധി ഫോൺ വെക്കുകയാണേ. എന്നിട്ട് നിധി ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ സുധീഷിൻ്റെ മുറപ്പെണ്ണല്ലേ, എൻ്റെ അപ്പച്ചിയല്ലേ ഇവിടുത്തെ അമ്മ. പാവം ആ അപ്പച്ചിനെ എന്തിനാണ് കൊന്നതെന്ന് എന്തായാലും തിരിച്ചറിയണം. എന്തായാലും അപ്പച്ചിനെ എന്തിനാണ് ഇവിടുത്തെ അച്ഛൻ ചവിട്ടി കൊന്നത്, എന്താ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് എന്തായാലും എനിക്ക് കണ്ടുപിടിക്കണം. എന്നിട്ടും ഇങ്ങനെ പറയണം, ഇപ്പോൾ സുധീഷിനോട് കാര്യങ്ങൾ എന്തായാലും പറയണം. സുധീഷിന് ഇനിയിപ്പോൾ അവർക്കെല്ലാം അറിയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ നിധിയുടെ ചേച്ചിയാണെങ്കിൽ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ഹാളിൽ ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ പറയാണ്, അത്താഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് നിധി എന്നെ വിളിച്ചിരുന്നു, നിധി ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യം പറയുമ്പോൾ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം കരുതി കൂട്ടിയുള്ള തീരുമാനമായിരുന്നല്ലേ. ആ ഭാസ്കരൻ നായരൻ്റെ പെങ്ങളെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോയപ്പോൾ എനിക്കുണ്ടായ അപമാനം, അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മകളെയും അവൻ്റെ മകൻ ഇറക്കിക്കൊണ്ടുപോയി. എല്ലാം കരുതി കൂട്ടിയുള്ള തീരുമാനങ്ങളായിരുന്നു. അവൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അവളുടെ അപ്പച്ചിക്ക് സംഭവിച്ച അതേ ദുരന്തമായിരിക്കും അവളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ സന്ധ്യ പറയുന്നുണ്ട്, ഇല്ല സുധീഷിനോ അവർക്കാർക്കും അറിയില്ല എന്നാണ് നിധി പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും തന്നെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവരുടെ അടവുകളാണ്. അവരെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, ഫ്രോഡ് കുടുംബമാണ്. എന്നാലും അവൾ ചെന്ന് പെട്ട ഇടം നല്ല സ്ഥലം തന്നെയാണ്. ഇനി അവൾക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല. അവളുടെ അപ്പച്ചിക്ക് സംഭവിച്ച പോലെ തന്നെ അവൾ മരിച്ചാലും ഇവിടെ നിന്നും ആരും പോകില്ല എന്നൊക്കെ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങൾ തന്നെ പറയാനുണ്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ
നിധിയാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് അങ്ങനെ സന്തോഷം ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് സങ്കടമായിരിക്കും കേട്ടോ. പിന്നെ അപ്പച്ചിക്ക് സംഭവിച്ച ആ ഒരു ദുരന്തം ഓർത്തിട്ട് വല്ലാത്ത വേദനയുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സുധീഷ് വരുമ്പോഴത്തേക്കിനും കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞത് എന്ത് കോയിൻസിഡൻസ് ആണ്, അല്ലേലും നീ എൻ്റെ മുറപ്പെണ്ണോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈശ്വരൻ നമ്മുടെ കുടുംബങ്ങളെ ചിലപ്പോൾ ഒന്ന് ചേർത്തതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒന്ന് ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിയാണെങ്കിൽ അതങ്ങ് വഴുതി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നീ ഇവിടെ തന്നെ ജീവിക്കേണ്ട പെണ്ണല്ലേ, നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ പോകുകയാണേ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് സുമേഷ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ വരികയാണ്. ഏട്ടൻ വന്നിട്ട് മോളെ നീ പറഞ്ഞൊക്കെ സത്യമാണോ ചോദിക്കും. അതേ സത്യമാണ്, ഞാനിന്ന് ചേച്ചിയെ വിളിച്ച് ചോദിച്ചിരുന്നു, അപ്പോൾ എല്ലാം സത്യം തന്നെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷിൻ്റെ ഏട്ടൻ പറയുന്നുണ്ട്, അതെ അമ്മ വലിയൊരു വീട്ടിലെ പെണ്ണായിരുന്നു, അവിടെ നിന്ന് അച്ഛൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. അതിൽ പിന്നെ അമ്മയ്ക്ക് അവരുമായിട്ട് യാതൊരുവിധ ബന്ധമോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അമ്മേനെ അവരൊന്ന് കാണാൻ ഒന്നുമില്ലായിരുന്നു. അമ്മ അവിടേക്ക് ചെന്നിട്ട് പോലും അമ്മേനെ അവർ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് പോലും വന്നിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞത്. അത്രയ്ക്ക് ശത്രുതയായിപ്പോയി അവർക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരസ്പരം സംസാരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നികേഷ് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മുറപ്പെണ്ണല്ലേ ചേച്ചി എന്നൊക്കെ ഓടി വരുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞിട്ട് സുധീഷും സുമേഷും കൂടെ അവനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെയായിരിക്കും ഈ കഥ ഇനി മുൻപോട്ട് പോവുക. പിന്നെ ഭാസ്കരൻ നായർ കൊന്നതല്ല അമ്മേനെ എന്നുള്ള സത്യമൊക്കെ നിധി ഇവിടെ നിന്നും തെളിയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സുധീഷിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും എനിക്ക് സീരിയൽ മുൻപോട്ട് പോവുക.